ഒരു ഇന്ത്യൻ നിർമ്മിത മെസ്സേജിംഗ് ആപ്പ് സ്റ്റോറുകളിൽ വാട്സാപ്പിനെ മറികടന്ന് ഒന്നാമതെത്തി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കും. എന്നാൽ അങ്ങനെയൊന്ന് സംഭവിച്ചിരിക്കുകയാണ്. തദ്ദേശീയ മെസ്സേജിംഗ് ആപ്ലിക്കേഷനായ അരട്ടായി ആപ്പ് സ്റ്റോറുകളിൽ ഇപ്പോൾ ഒന്നാമനാണ്. എക്സിലൂടെയാണ് കമ്പനി ഈ നേട്ടം അറിയിച്ചത്. 2021 അരട്ടായി ആപ്പ് പുറത്തിറക്കിയത്. തമിഴിൽ ചാറ്റ് എന്നോ ചിറ്റ്ചാറ്റ് എന്നോ അർത്ഥമുള്ള വാക്കാണ് അരട്ടായി. മാതൃസ്ഥാപനമായ സോഹോ പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഈ മെസ്സേജിംഗ് ആപ്പ് അവതരിപ്പിച്ചത്. തുടക്കത്തിൽ സിഗ്നൽ, വാട്സാപ്പ് പോലെയുള്ള ആപ്പുകൾക്ക് ഇതൊരു വെല്ലുവിളിയാണെന്ന് ആരും കരുതിയിരുന്നില്ല. സ്വകാര്യത, AI അനുബന്ധ ഭീഷണികൾ, സ്പൈവെയർ ഭീഷണികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ജനങ്ങൾ ആശങ്കാകുലരാണ്. വാട്സാപ്പ് പോലെയുള്ള വൻകിട വിദേശ കമ്പനികൾ എങ്ങനെയാണ് നമ്മുടെ ഡേറ്റ കൈകാര്യം ചെയ്യുന്നത് എന്നത് സംബന്ധിച്ചും ഭരണകൂടത്തിലും ഉപഭോക്താക്കൾക്കിടയിലും സംശയങ്ങളും ആശങ്കകളും നിലനിൽക്കുന്നുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് അരട്ടായി ഹിറ്റ് ആവുന്നത്. സ്പൈവെയറുകളില്ലാത്ത ഇന്ത്യൻ നിർമ്മിത മെസ്സഞ്ചർ എന്നാണ് അരട്ടായി നൽകുന്ന വാഗ്ദാനം. പ്രാദേശിക ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളോട് ഇന്ത്യക്കാർക്കിടയിൽ വർദ്ധിച്ചു വരുന്ന താല്പര്യം അരട്ടയുടെ വിജയത്തിന് വലിയ പങ്ക് വഹിച്ചുവെന്ന് വിലയിരുത്താം. സ്പൈവെയർ രഹിത ഇന്ത്യൻ നിർമ്മിത മെസ്സഞ്ചർ എന്ന വാഗ്ദാനവും ഉപഭോക്താക്കളെ ആകർഷിക്കുന്നു. കേന്ദ്രം പ്രാദേശിക ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലേക്ക് മാറാൻ ഇന്ത്യക്കാരെ പ്രോത്സാഹിപ്പിച്ചത് അരട്ടയ്ക്ക് വലിയ പ്രചാരവും നൽകി. ഉപയോക്താക്കളുടെ വ്യക്തിഗത വിവരങ്ങൾ പരസ്യത്തിനായി ഉപയോഗിക്കില്ല എന്നും ഉപയോക്താക്കളുടെ സ്വകാര്യതയ്ക്ക് പൂർണ്ണമായി പ്രതിജ്ഞാബദ്ധരാണെന്നും മാതൃകമ്പനിയായ സോഹോ ഉറപ്പു നൽകുന്നു. വാട്സാപ്പ് പോലെയുള്ള മറ്റ് ആപ്പുകൾക്ക് സമാനമായ അടിസ്ഥാന സൗകര്യങ്ങൾ അരട്ടായി വാഗ്ദാനം ചെയ്യുന്നു. വ്യക്തിഗത ഗ്രൂപ്പ് ചാറ്റുകൾ, ഓഡിയോ വീഡിയോ കോളുകൾ, സ്റ്റോറികൾ, ചാനലുകൾ, ഒന്നിലധികം ഉപകരണങ്ങളിൽ ഉപയോഗിക്കാനുള്ള സൗകര്യം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ആപ്പിനെ കുറിച്ചുള്ള ചർച്ചകളും മീമുകളും അതിന് വലിയ ജനപ്രീതി നേടിക്കൊടുത്തു. അരട്ടായി എന്ന പേര് എങ്ങനെ ഉച്ചരിക്കും എന്നതിനെ കുറിച്ചുള്ള മീമുകൾ പോലും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. എങ്കിലും ഈ വിജയത്തിനിടയിലും ചില വെല്ലുവിളികൾ അരട്ടായി നേരിടുന്നുണ്ട്. ഉപയോക്താക്കളുടെ എണ്ണത്തിലുണ്ടായ അപ്രതീക്ഷിത വർധന ആപ്പിന്റെ സെർവറുകൾ താങ്ങുന്നില്ല. സൈൻ അപ്പ് ചെയ്യുന്നതിനും OTP ലഭിക്കുന്നതിനും സന്ദേശങ്ങൾ സിങ്ക്രണൈസ് ചെയ്യുന്നതിനും ഉപയോക്താക്കൾ കാലതാമസം നേരിടുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കുറച്ച് ദിവസങ്ങൾ വേണ്ടിവരുമെന്നും സെർവറുകൾ വികസിപ്പിക്കാൻ പരിശ്രമിക്കുകയാണെന്നും കമ്പനി എക്സിൽ അറിയിച്ചു. നിലവിൽ കോളുകൾക്ക് end-to-end എൻക്രിപ്ഷൻ വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും ചാറ്റുകൾക്ക് ഈ സുരക്ഷാ ഫീച്ചർ ഇനിയും ലഭ്യമാക്കിയിട്ടില്ല. ഈ സൗകര്യം ഉടൻ ലഭ്യമാക്കുമെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 50 കോടിയിലധികം ഉപഭോക്താക്കളുള്ള വാട്സാപ്പിനെ പൂർണ്ണമായി മറികടക്കുക എന്നത് അരട്ടായിക്ക് വെല്ലുവിളിയായിരിക്കും. 1996 ചെന്നൈയിൽ തുടക്കമിട്ട സാങ്കേതിക വിദ്യാ സ്ഥാപനമാണ് സോഹോ.